സ്കോളിയോസിസ് ഒക്കെ പോലത്തെ പോസ്റ്റർ ഡിഫോമിറ്റി നമ്മളുടെ ശരീരത്തിലെ എന്ത് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കാൻ നിങ്ങൾക്കറിയാം. മെയിനായിട്ട് 6 എണ്ണമാണ് വരുന്നത്. ഒന്ന് നമ്മുടെ വിഷൻ, അതായത് കണ്ണിൻ്റെ കാഴ്ചയാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ബോഡി അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തലയുടെ പൊസിഷൻ ടിൽറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ട് ഒരു സ്ട്രക്ചറൽ ഇംബാലൻസ് വരാനും സാധ്യതയുണ്ട്. ഇത് വരുന്നത് നമ്മുടെ ഈ സ്റ്റൊമാറ്റോഗ്നാത്തിക് സിസ്റ്റം, അതായത് നമ്മൾ ചവയ്ക്കാനും സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളുടെ ഈ വായ കടിക്കുമ്പോൾ ഈ ബൈറ്റ് ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറേ പോസ്റ്റർ ഡിഫോമിറ്റിയും ശരീരത്തിൽ വരുന്നു. അപ്പർ സർവൈക്കൽ, നമ്മൾ ഒരുപാട് മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ് കൊണ്ട് തന്നെ ഹെഡ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്ററിലേക്ക് വരും. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മുടെ കാല് തൊട്ടിട്ട് എല്ലാ മസിൽസിനും ഇംബാലൻസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മുടെ കാലുകളാണ്. നമ്മുടെ കാല് പതിഞ്ഞിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മുട്ട് ഇങ്ങനെ കുറച്ച് ഇടുങ്ങി നമ്മുടെ ഒരു ഹിപ്പ് അൺഈവനായി അങ്ങനെയും സ്കോളിയോസിസ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് വിസറൽ സിസ്റ്റം. ഈ ഭാഗത്ത് വരുന്ന എന്തെങ്കിലും തരം ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ ഒരു ഭാഗത്തേക്ക് ടൈറ്റ് വരാനും സഡൻ ഷിഫ്റ്റ് വന്ന് നമ്മുടെ പോസ്റ്റർ ഡിഫോമിറ്റി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സൈക്കോ ഇമോഷൻ സിസ്റ്റം. ഒരാളുടെ പോസ്റ്റർ ഡിഫോമിറ്റി കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻ ഏതാണെന്നടക്കം നമുക്ക് ഇന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും കാരണവശാൽ ബോഡി ട്രീറ്റ്മെൻറ്റൊന്നും റെസ്പോണ്ട് ചെയ്യുന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പേശികളാവണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ 6 ഫാക്ടേഴ്സിൽ ഏത് വേണമെങ്കിലും ആയിരിക്കാം. വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു രോഗനിർണയമാണ്.